ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ തോക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം. എവിടേക്ക് മാറ്റും? അതടുത്ത് അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് കുഴിച്ചടാ. ഇത് ഒറിജിനൽ തന്നെയാ. ഇതൊന്നെ വെച്ച് ആർക്കെങ്കിലും താങ്ങിയ ആള് കാഞ്ഞു തന്നെ. ഈ അംബിക നമ്മുടെ ഒരു പുലി തന്നെയാ. എന്താ? ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ. ഉണ്ടോ? എവിടെ? വേല ഇറക്കല്ലേ ചേട്ടാ. വേലയോ? എന്തൊന്ന് വേല? പാടിയോ മീൻ പ്രിയ? ഉടായിപ്പ് എന്നോട് വേണ്ട കേട്ടോ. എന്താ പ്രിയ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? കള്ളും കുപ്പി കൊണ്ടുവന്ന് എവിടെയാ താഴ്ത്തിയ? കള്ളുകുപ്പിയാ? എടി കള്ളെന്ന് കേൾക്കുമ്പോഴേ ഞാൻ ഗർഭിണികളെ പോലെയാ ഓർക്കാനും വരും. ചേട്ടാ എന്നോട് കള്ളം മാത്രം പറയരുത്, അതെനിക്ക് സഹിക്കില്ല. കള്ളമല്ല പ്രിയ, ഞാൻ സത്യം പറയുന്നത്. ചേട്ടാ സംശയരോഗമുള്ള ഒരു ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഭേദം സൂയിസൈഡ് ചെയ്യുന്നതാ. എന്റെ സത്യസന്ധതയിൽ നീ ഇങ്ങനെ കരിയോയിൽ പുരട്ടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പോട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരികിട കാണിക്കുന്നതുകൊണ്ടല്ലേ ഞാനിങ്ങനെ സംശയിക്കുന്നത്. പോട്ടെ ചേട്ടാ, ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ? 2 ഏത്തപ്പഴം കൂടെ എടുത്തോ. പെട്ടേന്. അയ്യോ, എന്താ ജഗന്നാഥേട്ടായി കാണിക്കുന്നെ? കാലില് മുറിവ് ഉണങ്ങിയിട്ടില്ല. കിടന്ന് കട്ടില് പോയി കിടക്ക്. ഇല്ല പത്മാവതി, ഞാൻ പോവാ. പോവാണെന്നോ? എങ്ങനെ? ഈ കാലം വെച്ച് ജഗന്നാഥേട്ട എങ്ങനെയാ പോകുന്നേ? എങ്ങനെയും ഞാൻ പോവും. അങ്ങനെ ഞാൻ വിടില്ല. ഈ കാലൊന്ന് സുഖാവട്ടെ, എന്നിട്ട് പോവാം. അത് പറ്റില്ല പത്മാവതി, പോയേ പറ്റൂ. ഇങ്ങനെ വാശി പിടിക്കല്ലേ ചേട്ടാ. ഒരു 2 ദിവസം കൂടി ക്ഷമിക്കേ, അപ്പോഴേക്കും കാലുണങ്ങും. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചേട്ടൻ റെസ്റ്റ് എടുക്ക്. ഞാൻ വേണുവേട്ടനെ കൂടി വിളിക്കാം. അപ്പൊ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറും. വേണുവേട്ടൻ വരുമോ? വരും. വേണുവേട്ടൻ ഉറപ്പായിട്ടും വരും. ജഗന്നാഥേട്ടൻ ഇപ്പൊ വേണ്ടത് റെസ്റ്റാ. മറ്റൊന്നും ആലോചിക്കാതെ വിശ്രമിക്ക്. ഇവിടെ ആരും വന്ന് ഉപദ്രവിക്കില്ല. വാ, അങ്ങോട്ടിരിക്കെ. പതിയെ പതിയെ ഇരിക്കാം. ഇപ്പൊ ജഗന്നാഥേട്ടന് വേണ്ടത് വിശ്രമാ. വിശ്രമിക്ക്. വാ. ഇതിനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല.
എത്ര നാളായി അമ്മേ? ശരി, നീ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് ജയ. അല്ല, എന്തൊക്കെയുണ്ട് ജയ വിശേഷങ്ങൾ? ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ തന്നെ മാഡം. ഋതികയുടെ പുതിയ വാർത്തകളൊന്നുമില്ലേ? ഉണ്ടെങ്കിൽ വന്നപ്പോഴേ പറയില്ലേ മാഡം. അല്ല, ഞാൻ ഇന്നലെ തന്ന ബാഗിൽ എന്താന്ന് ജയ നോക്കിയോ? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത്? മാഡം തന്ന ഇമ്പോർട്ടന്റ് ഫയലുകളൊക്കെ ഞാൻ നോക്കണം എന്തിനാ? അതൊക്കെ ഒരു ശരിയാണോ? വിശ്വസ്തന്മാരാരും അങ്ങനെ ചെയ്യില്ല. ആ, ജയം വളരെ വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. അതല്ലേ ഞാൻ എന്റെ പിയുടെ പോസ്റ്റ് എന്നെ തന്നത്. ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ എനിക്കറിയാം അയാൾ ഏത് തരക്കാരനാണെന്ന്. മാഡം, എനിക്ക് ഈ സത്യസന്ധത എന്ന് പറഞ്ഞാലേ എനിക്ക് എന്റെ പ്രാണന. ആത്മാർത്ഥത കിട്ടി ഈ വാളംപുളി പിഴിയുന്നതേ എന്നെ കൊല്ലണന് തുല്യ. ആ, അങ്ങനെ വേണം. അതായിരിക്കണം മനുഷ്യൻ. ജയനൊന്ന് വെയിറ്റ് ചെയ്യേ, ഞാനിപ്പോ വരാം. ഇവര് ഹിപ്പോപ്പൊട്ടാമസിന് കുട്ടിക്കുപ്പായി നപ്പിക്കുന്നത് എനിക്കിട്ടാ വേല. ആ ബാഗിലിരിക്കുന്ന തോക്ക് എനിക്കിട്ടുള്ളൊരാപ്പ. ഇന്ന് തന്നെ അതവിടെ നിന്ന് മാറ്റണം. എന്തായാലും തള്ളയും പോലും കൊള്ളാം. ഈ നാമ്പേച്ചി മരപ്പട്ടി. എടാ, ആ തോക്ക് ഞാൻ ഇവന്റെ കയ്യിൽ കൊടുത്ത് രാജുവിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് വെറുതെ അല്ല. ആ ഗണ്ണ് രാജു ഉപയോഗിച്ചു. റോഡിൽ തെറിച്ച അജ്ഞാത ബുള്ളറ്റ് മന്ത്രിയുടെ പിയേടേതാണെന്നുള്ള വാർത്ത വരട്ടെ. ആ തോക്ക് എത്രയും പെട്ടെന്ന് മാറ്റണം. എവിടേക്ക് മാറ്റും? അതടുത്ത് അപ്പുറത്തെ പറമ്പിൽ കൊണ്ട് കുഴിച്ചതാ.